നമുക്കിപ്പോൾ വാട്സപ്പ് കൂടെ സുഹൃത്തിനൊരു വീഡിയോ അയച്ചു കൊടുക്കണമെങ്കിൽ 17 MB വരെ പറ്റും. അത് വാട്സപ്പ് കൂടെ ഡോക്യുമെന്റ് ആയിട്ട് അയക്കാണ്ട് 100 MB വരെ നമുക്ക് അയക്കാൻ പറ്റും. മെയിൽ കൂടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ഒരുപാട് വലിയൊരു വീഡിയോ 15 GB വരെയുള്ള ഒരു വീഡിയോ നമുക്ക് സുഹൃത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ എന്താ ചെയ്യുക? അതിന് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുക. നമ്മൾ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് സുഹൃത്തിന് അയച്ചു കൊടുക്കും. അവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ ഇങ്ങനെ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് കൂടെ സെൻഡ് ചെയ്യുന്ന ഫയൽ അവർക്കത് കാണാനോ ആകുന്നില്ല, ഡൗൺലോഡ് ചെയ്യാനോ ആകുന്നില്ല. അത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക്. അതെന്താ? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് പരിശോധിക്കാം. ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത ഒരു ഫയലിന്റെ ഒരു വീഡിയോന്റെ ലിങ്ക് എടുക്കുകയാണ്. ഇതാ ഈ മേലുള്ള ഒരു വീഡിയോ, അത് എത്ര MB ഉണ്ട് നോക്കാം. നമ്മൾ ആദ്യം അതിന്റെ ഡീറ്റെയിൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ താഴെ ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് എത്ര സൈസ് ഉണ്ട്, അതിന്റെ ഫയൽ സൈസ് ഒക്കെ കൂടെ കാണാനാവും. ഇതിപ്പോ 138 MB ഉള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിന്റെ ലിങ്ക് എടുത്ത് സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അതിന്റെ കോപ്പി ലിങ്ക് എടുക്കുക. എന്നിട്ട് ഞാൻ മറ്റൊരു ഫോണിലേക്ക് വാട്സപ്പ് കൂടെ അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് വാട്സപ്പ് കൂടെ ആ ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്ത് കൊടുത്ത്, ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫോണിലേക്ക് ഇത് അയച്ചിക്ക് ആ അയച്ച ലിങ്ക് ഓപ്പൺ ആക്കുന്നവർ എങ്ങനെ വരിക നോക്കുക. ഞാൻ ആ അയച്ച ഫോൺ എടുക്കട്ടെ, ഇതുകൂടെ വെക്കട്ടെ. ഇതാ ഞാൻ അയച്ച ആ ലിങ്ക് ഇവിടെ വന്നിക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന നേരം നമുക്ക് ഡ്രൈവ് കൂടെ അല്ലെങ്കിൽ ക്രോം കൂടെ ഓപ്പൺ ചെയ്യാം. ഞാൻ ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ പറയും, അതും സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ എങ്ങനെ കാണിക്കുക, യു ഡിഡന്റ് ഹാവ് ആക്സസ് ടു വ്യൂ ദിസ് വീഡിയോ. ഇത് കാണാനാകില്ല, ഡൗൺലോഡ് ചെയ്യാനാകില്ല, ഒന്നും ആകുകയില്ല. അവരിത് എന്ത് ചെയ്യണം എന്നറിയാണ്ട് സ്വീപ്പാകുകയും ചെയ്യും. ഇത് അയച്ചോനും ചിലപ്പോൾ അറിയാല ഇതിൽ മാറ്റം വരുത്തേണ്ടത് എന്താണ് മാറ്റം വരുത്തേണ്ടത്, അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോവാം. വീണ്ടും ഗൂഗിൾ ഡ്രൈവ് എടുത്തിട്ട് നമ്മൾ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ മാനേജ് പീപ്പിൾ ആൻഡ് ലിങ്ക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേലുണ്ടാവും, അതിന്റെ താഴെ ലിങ്ക് സെറ്റിംഗ്സ് ഉണ്ടാവും. ഈ ലിങ്ക് സെറ്റിംഗ്സിന്റെ താഴെ റെസ്ട്രിക്റ്റഡ് എന്നുള്ളത്, അതിന്റെ താഴെ ഒരു നീലെഴുത്ത് ചേഞ്ച് എന്നുണ്ടാവും, കാണുന്നുണ്ടോ? ആ ചേഞ്ചിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്ന് അതിൽ എറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എനി വൺ വിത്ത് ദിസ് ലിങ്ക് എന്നുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അയച്ച വീഡിയോ കറക്റ്റായിട്ട് കാണാം. പക്ഷേ അവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനാകില്ല. ഡൗൺലോഡ് ചെയ്യണം എന്താക്കണോ, അതിന്റെ തൊട്ടതായ ഒരു ഓപ്ഷൻ വന്ന് കാണുന്നുണ്ടോ, വ്യൂവർ എന്നുള്ള, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് അപ്ഡേറ്റ് ആയി. ഇനി നമ്മൾ നേരത്തെ അയച്ച ആ ലിങ്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മൾ ലിങ്ക് മാറ്റി സെൻഡ് ചെയ്യൊന്നും വേണ്ട, അതേ ലിങ്ക് മതി അവർക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാൻ. ഞാൻ നേരത്തെ അയച്ച അതേ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇതാ ആ ലിങ്ക് ഓപ്പൺ ആയി. ഇത് പോസ് ചെയ്യട്ടെ. ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടും, ഗാലറിയിലേക്ക് ഡൗൺലോഡും ചെയ്യാം. അപ്പൊ നമ്മളെ അടുത്തുള്ള ഒരു വലിയ വീഡിയോ 15 GB വരെയുള്ള ഒരു വീഡിയോ ഗൂഗിൾ ഡ്രൈവ് കൂടെ ഇങ്ങനെ സുഖമായിട്ട് അയച്ചും കൊടുക്കുക. അയച്ചാൽ അത് കിട്ടുന്നാക്ക് സുഖമായിട്ട് ഡൗൺലോഡും ചെയ്യാം. ഈ സെറ്റിങ്സ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ. മാറ്റിയാൽ മറന്നുകൊണ്ട. ഇപ്പൊ അറിഞ്ഞ എല്ലാവർക്കും തിരിഞ്ഞിക്കോ? തിരിഞ്ഞോലിക്ക് തിരിയോ, അല്ലാത്തോല് നട്ടം തിരിയും. സംഭവം ഏതായാലും ഉപകാരമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട, അത് നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.